ഗുഡ് മോർണിംഗ് ധന്യ. ഗുഡ് മോർണിംഗ്. ഇന്ന് ആദ്യമായി നമുക്ക് ഒരു സീരിയസ് വാർത്തകൾക്ക് മുൻപ് നമുക്കൊരു തമാശ യിലേക്ക് കടക്കാം. നമ്മുടെ SFI നേതാവ്, മറ്റ് ഔദ്യോഗിക അതെല്ലാം മാറ്റിവെക്കാം, SFI നേതാവ് ചിന്താ ജെറോമും ചിന്തോ ജെറോമിനെ മുൻപ് നമ്മുടെ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രപ്പോസ് ചെയ്തിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ ചർച്ചയിൽ രസകരമായ ഒരു ചർച്ചയായിരുന്നു. കണ്ടു തന്നെ? അത് കണ്ടിരുന്നു? എന്ത് തോന്നുന്നു അത് കണ്ടപ്പോൾ? സത്യത്തിൽ അവർ നല്ല മാച്ച് അല്ലേ? കല്യാണം കഴിക്കാൻ നല്ല രസമാണ്, നല്ല മാച്ചാണ് അവരുടെ. പക്ഷെ അതിൽ ചിന്ത തന്നെ പറയുന്നുണ്ട്, എൻ്റെ തത്വശാസ്ത്രങ്ങൾ ഇവരുടെ രാഷ്ട്രീയമായി ഒത്തുപോകില്ല, അതുകൊണ്ട് എനിക്കതിൽ താല്പര്യമില്ല എന്ന് ഒന്നാമത്തെ കാരണം. രണ്ട്, രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചിട്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള സമയം ചിന്തയ്ക്കില്ലെന്നാണ് ചിന്താ ജെറോം പറയുന്നത്. എന്തായാലും ആ ചർച്ച ഒരു വളരെ രസകരമായിരുന്നു. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും അല്ലെങ്കിൽ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഘോര പ്രസംഗിക്കുന്ന നമ്മുടെ തീപ്പൊരി നേതാക്കന്മാരെ എല്ലാം, ഗോപാലകൃഷ്ണ BJPയുടെ ഒക്കെ, അവരൊക്കെ വളരെ തമാശപൂർവ്വം എല്ലാവരുമായി താഴെ കിടക്കുന്ന അണികളാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ചാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവരെ പോലെയുള്ള നേതാക്കന്മാരെല്ലാം ഭയങ്കര സൗഹൃദവും അടുപ്പവും സൂക്ഷിക്കുന്നവരാണ്. ഇതിനു മുന്നേയും പല സ്വകാര്യ മീറ്റിങ്ങുകളിലും അത് കണ്ടിട്ടുണ്ട് നമ്മുടെ വിഷ്വൽസിൽ. കാരണം ചാനൽ ചർച്ചകളിൽ നിന്ന് മുഖത്തോട് മുഖം നോക്കി പോരാടുന്നവർ അവർ വളരെ സ്നേഹത്തോടെയാണ്. അല്ല, ചർച്ച കഴിഞ്ഞിട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ക്രൂരമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചർച്ച കഴിഞ്ഞ് ക്യാമറ ഓഫ് ആകുമ്പോൾ അവരെല്ലാം വളരെ സ്നേഹത്തോടെ പോയി. ഇത് കണ്ടിട്ട് അണികൾ എന്താണ് ചെയ്യുന്നത്? അപ്പുറത്തുള്ളവരെ തെറിവിളിയോട് ഇത് കട്ട് ചെയ്ത് ഷോർട്സ് ആക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ചിന്തയെ പൊരിച്ചടുക്കി ഇപ്പുറത്ത് പോരാളി ഷാജി ചിന്ത രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്ത മറുപടി കണ്ടു, രാഹുൽ തേഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിലുള്ള ആഘോഷം. ഈ ചാനൽ ചർച്ചകളിലൊക്കെ ചിന്തയും രാഹുലും തമ്മിൽ പോരാടുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഇന്ന് തന്നെ തമ്മിൽ തല്ലി ചാവുമെന്ന്. പക്ഷേ ഇന്നലെ ആ ചാനലിലെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്ന ആ ഫംഗ്ഷനിൽ, അല്ലെങ്കിൽ ഓണത്തല്ലെന്നാണ് ആ പരിപാടിയുടെ പേര്, തല്ലൊന്നും ഇല്ലാതെ എല്ലാവരും നല്ല സ്നേഹത്തോടെ കൂടി പോകുന്നത്. അതിനുശേഷം സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ് ചിന്തോ ജെറോമിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാഹം. ഇവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ നന്നായിരിക്കും, രണ്ടുപേരുടെ രഹസ്യം ആ ചാനലിന്റെ ആ അവതാരകൻ പൊക്കി, അരുൺകുമാർ പൊക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ട്രോളുകളൊക്കെ. പക്ഷെ അതൊക്കെ രസകരമാണ്. ചിന്ത എപ്പോഴും ട്രോളുകളുടെ രാജകുമാരിയാണ്. എന്ത് ചിന്ത പറഞ്ഞാലും അത് ട്രോളാകും. പാവം, ചില സമയം നമുക്ക് തന്നെ സഹതാപം തോന്നും. എന്ത് പറഞ്ഞാലും ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും. മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊല്ലത്ത് പോയി നിന്നിട്ട് കൊല്ലം ആശുപത്രിയിൽ അത്യാവശ്യ സാധനങ്ങളില്ല ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് എന്ന് പറഞ്ഞപ്പോൾ DYFI പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചിന്ത, പക്ഷെ ചിന്ത ഉദ്ദേശിച്ചത് അതല്ലായിരുന്നു. പക്ഷെ ട്രോളുകളിൽ അതങ്ങ് വലിയ രീതിയിൽ പടർന്ന് പന്തലിച്ച് ചിന്ത അവിടെ നിന്നാണ്. അതുപോലെ മറ്റൊന്നായിരുന്നു ജിമിക്കി കമ്മൽ. ആ പാട്ട് ഹിറ്റായപ്പം കേരളത്തിൽ ഏതെങ്കിലും അമ്മയുടെ ജിമിക്കി കമ്മൽ അച്ഛൻ കട്ടുകൊണ്ട് പോയിട്ടുണ്ടോ? സെൽഫി രാഷ്ട്രീയം എന്നിട്ട് ചിന്ത തന്നെ സെൽഫി എടുത്ത് ഫേസ്ബുക്കിലെടുത്ത് അത് പിന്നീട് സോഷ്യൽ മീഡിയ ട്രോളായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയലോപ്പള്ളിയുടെ വാഴക്കുല എടുത്ത്, അല്ല ചങ്ങമ്പുഴയുടെ വാഴക്കുല എടുത്ത് വയലോപ്പള്ളിക്ക് കൊടുക്കുന്നു. അല്ലേ, ഇനി എനിക്ക് മാറിപ്പോയോ ചിന്തയെ പോലെ? ചങ്ങമ്പുഴയുടെ വാഴക്കുല എടുത്ത് വയലോപ്പള്ളിക്ക് കൊടുക്കുന്നു. അപ്പോൾ പ്രബന്ധങ്ങളിലെ തെറ്റുകൾ, പിന്നെ ചിന്ത ഒരു SFIക്കാരി ആയതുകൊണ്ട് എന്ത് തെറ്റെഴുതിയാലും ചിന്തയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടും. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. യുവജന കമ്മീഷനായിരുന്ന സമയത്ത് ചിന്ത കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് യോജിച്ച ആള് തന്നെയാണ് ചിന്ത ജെറോം എന്ന് എനിക്ക് പേഴ്സണലായി തോന്നുന്നു. കാരണം രണ്ടുപേരുടെയും തീപ്പൊരി പ്രസംഗം വീട്ടിൽ ഇനി കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ ഇനി ഈ ആശയവിരുദ്ധതയൊക്കെ തമ്മിൽ തന്നെ. അതെ, അല്ല, രാഹുൽ ആദ്യമായി പുറത്തു പറഞ്ഞ ചിന്ത സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇല്ലേ, എനിക്ക് വേറെ ഒരുപാട് പ്രപ്പോസ് വന്ന കൂട്ടത്തിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ 2016 തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ചിന്ത പറയും നല്ല 2017 വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീകളുടെ ഒരു പൊതുവെ ഉള്ളൊരു രീതി അതാണ്. അവര് മനസ്സിൽ അത് മയിൽപ്പീലി പുസ്തകത്തിനുള്ളിൽ സൂക്ഷിച്ചതുപോലെ ഈ പ്രണയം ചിന്തയുടെ ഹൃദയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിനൊരു തുടക്കമായി. അതെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മനസ്സിൽ എന്തായാലും ചിന്തയുണ്ടെന്ന് ആ മുഖഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാഹുലിന്റെ ചിന്തകളിൽ മുഴുവൻ ചിന്ത. അതെ, രാഹുലിന്റെ ചിന്തകളിൽ മുഴുവൻ ചിന്ത എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും വളരെ രസകരമാണ്. ഇപ്പൊ നമ്മൾ ഈ വാർത്തയൊക്കെ എടുക്കുമ്പോൾ ചിലവർ ചോദിക്കും അവര് കല്യാണം കഴിക്കാതിരിക്കുക ചേട്ടാ, അതൊക്കെ നിങ്ങളുടെ നോക്കുന്ന ഇതൊക്കെ ഒരു വാർത്തയാണെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഈ വാർത്തയ്ക്കപ്പുറം നമ്മളൊക്കെ ഇതൊക്കെ അണികൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്.
വാളെടുത്തും കത്തിയെടുത്തും ഒക്കെ കൊല്ലാനും വെട്ടാനും ഒക്കെ നടക്കുന്നവർ ചിന്തിക്കേണ്ടത് നേതാക്കന്മാരെല്ലാം നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആശയപരമായ എതിർപ്പുകൾ ഉണ്ട് എങ്കിലും അവരെല്ലാം നല്ല രീതിയിൽ സൗഹൃദം കാത്തു അങ്ങനെ തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ. ചേച്ചിക്ക് അങ്ങനെയല്ലേ? പരസ്പര ബഹുമാനത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ പരസ്പര വിരുദ്ധമായിരിക്കാം, വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷെ അത് കഴിയുമ്പോൾ അവർ നല്ല സൗഹൃദത്തോടെ തന്നെ പോകണം എന്നുള്ളതാണ്. ഇന്നലെ ആ ചർച്ചയിൽ ജ്യോതികുമാർ ചാമക്കാലയൊക്കെ ചിരിക്കുന്നത് കണ്ടപ്പോൾ, അതും ചിന്തയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നത് കണ്ടപ്പോൾ, ഗോപാലകൃഷ്ണനോട് നമ്മുടെ BJPയുടെ ഗോപാലകൃഷ്ണനോടൊക്കെ ചിരിക്കുന്നുണ്ടപ്പോൾ സത്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്നത്. കാരണം ചാമക്കാല പിന്നെ ഗോപാലകൃഷ്ണനെ എടുത്തിട്ട് പൊരിക്കും, ഗോപാലകൃഷ്ണനെ അങ്ങോട്ട് പൊരിക്കും, സന്ദീപ് വാര്യരെ അവർ രണ്ടുപേരും കൂടെ പൊരിക്കും. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ തോന്നുന്നു ഓ ഒന്ന് അണച്ചു വെച്ചിട്ട് വെച്ച് പോയാൽ മതി എന്നൊക്കെ തോന്നി. പക്ഷെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവരുടെയൊക്കെ മനസ്സിലുള്ള ആ ഒരു നന്മ അല്ലെങ്കിൽ സ്നേഹം അതൊക്കെ പുറത്തു വരുന്ന കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ PV അൻവറും അഡ്വക്കേറ്റ് ജയശങ്കറും ഒരു ചർച്ചയിൽ വന്നിരിക്കുന്നു, ആ ചർച്ചയ്ക്ക് പുറത്ത് അവർക്കൊരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു? ഒരിക്കലും ഇല്ല. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ ഒരിക്കലും എന്താ പറയാ തെളിച്ച വഴിയിലൂടെ നടക്കുന്ന ആളാ. ജയശങ്കർ സാറും അങ്ങനെയല്ല. ജയശങ്കർ സാർ വിമർശിച്ചാൽ അത് വിമർശനം തന്നെയാണ്, അതിലിനി ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ PV അൻവർ, പക്ഷെ PV അൻവറിനെ കൂടി ഇവർ കൊണ്ടുവരണമായിരുന്നു എന്നെനിക്ക്. അതെ, യുവ നേതാക്കൾക്കൊപ്പം കുറച്ച് MLA മാരും PV അൻവറും അങ്ങനെ ഒരു ഷോ കൂടി കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഇവരുടെയൊക്കെ സൗഹൃദം നമുക്ക് മനസ്സിലായി. ഈ ADGP അജിത് കുമാറിനെ PV അൻവറയും നമ്മുടെ സൗഹൃദ ചർച്ചയിൽ ജയശങ്കർ സാറിനെയൊക്കെ കൊണ്ടുവന്ന് ഒരേ ഇതിൽ ഇരുത്തി ചർച്ച ചെയ്യിപ്പിക്കണമായിരുന്നു. ഒരാളുടെ പേര് വിട്ടുപോയി, നമ്മുടെ മറുനാടൻ ഷാജൻ സ്കറിയ PV അൻവറിന്. ഷാജൻ സ്കറിയ പിന്നെ റിപ്പോർട്ടർ ചാനലാണ്ട് വരുമായിരിക്കും, 24-മായിട്ടാണല്ലോ അദ്ദേഹത്തിന് കുറച്ച് അകൽച്ച കൂടുതൽ. എന്തായാലും ചിന്താ ജെറോമിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിക്കുന്നില്ലേ എന്ന് പാർട്ടിക്കകത്തുള്ളവരും ചിന്തയെ ആരാധിക്കുന്നവരും ചിന്തയെ ട്രോളാക്കുന്നവരും ഒക്കെ വലിയ രീതിയിൽ ഇനി കുറച്ച് നാളെ ട്രോളന്മാർക്ക് കിട്ടി. ചിന്തയും രാഹുൽ മാങ്കു ഇന്നേ ഇറങ്ങിയിട്ടുണ്ട്, ട്രോളുകളൊക്കെ ഇന്നലെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഒരു ആഗ്രഹം, അത് നടന്ന് ആ ഒരു സാഫല്യം കാണണമെന്നൊരു ആഗ്രഹമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ രാഹുൽ ഗാന്ധിയും കൂടെ കെട്ടിക്കണം. രാഹുൽ ഗാന്ധി ഓൾറെഡി കെട്ടി 2 മക്കളൊന്നാണ് ഒരു അമേരിക്കൻ രാഹുൽ ഗാന്ധി അത് പറയാത്തിടത്തോളം സ്ഥിതിക്ക് നമുക്കത് ഉറപ്പിക്കാനും കഴിയില്ല. പിന്നെ മറ്റൊന്ന്, രാഹുൽ ഗാന്ധിക്ക് ഈയിടെ വിവാഹം ആകുന്നു, വധു ആരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ അതും കുറെ വാരിയിട്ട് അലക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി കെട്ടും എന്ന് തന്നെ സംശയം ഉള്ള കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഏതൊരു പുരുഷന്റെ പിന്നിലും ഒരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെ കൈകളുണ്ട് എന്ന് പറയുന്നത് തെറ്റാണെന്ന് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയും തെളിയിച്ചിരിക്കുന്നത്. രാഹുൽ അമ്മ എന്ന സ്ത്രീയുടെ, മോദിയുടെ പിന്നിലും അമ്മ എന്ന സ്ത്രീയുടെ കല്യാണം കഴിക്കണ്ട, അമ്മമാരായാലും മതി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു സോണിയാഗാന്ധി അമ്മയായിട്ടുണ്ടല്ലോ എല്ലാം പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ. അപ്പൊ ആ സ്ഥിതിക്ക് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നത് തനിക്ക് യോഗ്യതയുള്ള ഒരാൾ ഇതുവരെ ജനിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതായിരിക്കും. ജനിച്ചിട്ടുണ്ടാവും, അത് രാഹുൽ ഗാന്ധി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധി ഇതൊരു ട്രോൾ ആവാതിരിക്കാനാണ് ഞാൻ ആ പേര് പറയാത്തത്. എന്തായാലും ഈ എന്താ ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇത്തരത്തിലൊരു വാർത്തകൾ വളരെ സന്തോഷപൂർവ്വം ചെയ്യുമ്പോൾ, മനസ്സ് ചിരിച്ചുകൊണ്ട് ചില വാർത്തകളെ കാണുമ്പോൾ നേരിടുമ്പോൾ എപ്പോഴും കിടന്ന് ഘോര പ്രസംഗിച്ച് നമ്മുടെ തന്നെ ടെമ്പർ തെറ്റിക്കുന്നതിലും ഇത്തരം നല്ല വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരം സൗഹൃദങ്ങളുള്ള വാർത്തകൾ ചെയ്യുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. എന്തായാലും അവർക്ക് തമ്മിൽ ഇഷ്ടമാണ് എങ്കിൽ അതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ, ആശയപരമായും തത്വശാസ്ത്രപരമായുമുള്ള തടസ്സങ്ങളില്ല എങ്കിൽ തീർച്ചയായിട്ടും രാഹുലിന് ചേർന്ന പെണ്ണ് തന്നെയാണ് ചിന്തയ്ക്ക് ചേർന്ന പുരുഷൻ തന്നെയാണ് രാഹുൽ എന്ന് അവർക്ക് തോന്നിയാൽ അവർ വിവാഹിതരാകട്ടെ. ഇരുവർക്കും വിവാഹത്തിന് മുന്നേ തന്നെ ഞങ്ങളുടെ ആശംസകൾ നേരുന്നു.